എഡേസ് എന്ന നൂതനമായിട്ടുള്ള ആശയം പിറവിയെടുക്കുന്നതിലെ സാഹചര്യം എങ്ങനെയായിരുന്നു? ഇതിന്റെ ഒരു ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ആ സ്കൂളാണ്. അവിടുത്തെ ആ ഇത്തരം സൗകര്യങ്ങൾ ഇല്ലാത്ത ആ നാടുകളിലെ കുട്ടികളാണ്. വലിയ ഫീസ് കൊടുത്ത് പഠിപ്പിക്കേണ്ട, അതല്ല അകലെ വിട്ട് പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഒഴിവായിട്ട് അവർക്ക് വീടിന്റെ മുറ്റത്ത് തന്നെ അവരുടെ കുട്ടികൾക്ക് സൗകര്യം കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ. ഹലോ എവരിവൺ, ഏറെ സന്തോഷത്തോടെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി ക്രിയേറ്റീവായിട്ടുള്ള പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുകയും വിജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള KT അഷ്റഫ് സാറാണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ഇന്നോവേഷനാണ് എഡേസ് ലേണിംഗ് സൊല്യൂഷൻ. അദ്ദേഹം ഉൾപ്പെടുന്ന നിരവധി പ്രഗത്ഭരായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരുടെ ഈ ഒരു കൂട്ടായ്മയുടെ കൂടുതൽ അറിവുകളും കാര്യങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. അതിനായി സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എഡേസ് എന്ന നൂതനമായിട്ടുള്ള ആശയം പിറവിയെടുക്കുന്നതിലെ സാഹചര്യം എങ്ങനെയായിരുന്നു? നമ്മൾ കഴിഞ്ഞ ഒരു 15 വർഷത്തോളമായിട്ട് തൃശ്ശൂർ ആസ്ഥാനമായിട്ട് NS കോച്ചിങ് സെന്റർ നടത്തുന്നു. NS കോച്ചിങ് എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു നീറ്റ് അല്ലെങ്കിൽ JEE അതിനുവേണ്ടിയുള്ള കോച്ചിങ് എന്നതിനേക്കാൾ ഉപരി ചെറിയ ക്ലാസ് മുതൽ എല്ലാ കുട്ടികൾക്കും ഈ മത്സര പരീക്ഷകളിൽ ആവശ്യമായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാക്കുക, ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് എന്നുള്ള അർത്ഥത്തിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഓഫ്ലൈൻ മോഡിലായിരുന്നു ക്ലാസ് നടന്നിരുന്നത്. പക്ഷെ ആ സമയത്ത് തന്നെ ഇതിനെ പരമാവധി ഇതിൻ്റെ സർവീസ് ആളുകളിലേക്ക് എത്തിക്കുക, അവരുടെ വാതിൽപ്പടിയിൽ ഈ സർവീസ് എത്തിക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഓൺലൈൻ വേർഷനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു ചർച്ച നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് COVID-19 വരികയും ഓൺലൈൻ വിദ്യാഭ്യാസം സാർവത്രികമാവുകയും ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് COVID-19 വന്നപ്പോൾ ആ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ കേരളത്തിൽ ആദ്യമായിട്ട് ഓൺലൈൻ കോച്ചിങ് തുടങ്ങിയത് നമ്മളായിരുന്നു. അത് നമ്മുടെ ഓഫ്ലൈനിലെ കുട്ടികൾക്ക് ക്ലാസ് നഷ്ടമാവാതിരിക്കാൻ വേണ്ടി നമ്മളുടെ ഒരു ഇൻഹൗസ് അറേഞ്ച്മെന്റ്സ് ആയിട്ടാണ് തുടങ്ങിയിരുന്നത്. പക്ഷേ പിന്നെ അതിൻ്റെ ബിസിനസ് മോഡലൊക്കെ പല രീതിയിൽ വന്നു, പല ആളുകൾ ഏറ്റെടുത്തു. സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നൊരു കാര്യം നടത്തിൽ നമ്മളത്ര പിന്നീട് പ്രോത്സാഹിപ്പിച്ചില്ല. പിന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ മാറി വീണ്ടും നമ്മൾ ഓഫ്ലൈൻ മോഡിലേക്ക് മാറി. പക്ഷെ അപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഓൺലൈൻ മോഡിലുണ്ടായിരുന്ന പോരായ്മകളും അതിൻ്റെ ഗുണങ്ങളും രണ്ടും നോക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരുപാട് പോരായ്മകളുണ്ട്. പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഇഷ്ടാനിഷ്ടം അനുസരിച്ചിട്ടാണ്. അപ്പോൾ കുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിൽ കുട്ടി അത് വേണ്ടത്ര ശ്രദ്ധിക്കില്ല. അതുപോലെ തന്നെ പാരൻസിൻ്റെയോ ടീച്ചേഴ്സിൻ്റെയോ ഒരു നിർബന്ധ ബുദ്ധിയിലാണ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളത് ഓൺ ചെയ്തിട്ട് അയാളെ വഴിക്ക് പോയാലും ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പം സ്വാഭാവികമായിട്ടും അതേസമയം ഇതിൻ്റെ മടുപ്പിൻ്റെ ഒരു ഭാഗമുണ്ട്. പിന്നെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇതിനൊരു ഓർഗാനിക് സ്വഭാവമില്ല, ജൈവികത ഇല്ലല്ലോ. മനുഷ്യൻ നമ്മൾ ഇടപഴകുമ്പോഴുള്ള ഒരു ജൈവികതയില്ല. അപ്പം ഈ പോരായ്മകൾ എങ്ങനെ പരിഹരിച്ചുകൊണ്ട് അതേസമയം ഇതിന്റെ കുറെ ഗുണങ്ങളുണ്ട്. ഇത് ലോകത്തിന്റെ ഏത് മൂലയിലിരുന്ന് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് ഏത് സ്പേസിലിരുന്ന് ചെയ്യാൻ പറ്റും. ഇത്ര എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളുടെ ക്ലാസ്സുകളും ഇവർക്ക് എവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും, അതതിന്റെ ഗുണങ്ങളുമാണ്. അപ്പം ഇതിനെ കൂടുതൽ ഓർഗാനിക് ആക്കുക, അതേസമയം ഇതിന്റെ യൂണിവേഴ്സൽ ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് നിലനിർത്തുകയും ചെയ്യുന്ന അർത്ഥത്തിലാണ് നമ്മൾ ആലോചിച്ചപ്പോഴാണ് എഡേസ് പോലുള്ള സമയത്തെ കുറിച്ച് ആലോചിച്ചത്. എഡേസിന്റെ ഒരു രീതി അല്ലെങ്കിൽ ഒരു അപ്രോച്ച് അറിയാമെന്ന് വിചാരിക്കുന്നത്. പ്രധാനമായിട്ടും എവിടെ ഇരിക്കുന്ന ഒരു കുട്ടിക്കും ഏറ്റവും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളുടെ ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളുകളുടെ ക്ലാസ്സുകൾ ഏത് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും കിട്ടും, ചെറിയ ഒരു ചെലവിൽ തന്നെ കിട്ടും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കോസ്റ്റ് ഈസ് മാറ്റം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ചെലവിൽ അവർക്ക് കിട്ടുന്നു. രണ്ടാമത്തത്, ഈ കുട്ടി അതേസമയം ഇത് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സ്വാഭാവികം കുട്ടികളാണല്ലോ. പഠനത്തോട് പലപ്പോഴും നമുക്ക് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഒരു ആരെങ്കിലും നോക്കാനുണ്ടാവുകയോ ആരെങ്കിലും സഹായിക്കാനുണ്ടാവുകയോ ആരെങ്കിലും ഒന്ന് ഇടപെടുമ്പോഴാണ് നമ്മൾ സീരിയസ്. നമ്മളൊക്കെ കൊച്ചുകുട്ടികളാകുമ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു, ആരെങ്കിലും പറയാൻ കൂടണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സ്കൂളുകളിലും അല്ലെങ്കിൽ എവിടെയാണ് നടക്കുന്നത് അവിടെ ഇവർക്കൊരു ടീച്ചറുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവും. അത് ടീച്ചർ എന്ന് തന്നെയല്ല, ടീച്ചർ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ കൂടെ നിൽക്കുകയും ഇവരത് നോക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതേപോലെ ക്ലാസ് എടുക്കുന്ന ആള് നൽകുന്ന അസൈൻമെന്റ്സും മറ്റു ഹോംവർക്കുകളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നോക്കുകയും ഒരു മെന്റർ, എക്സാക്ട്ലി ഒരു മെന്റർ ഉള്ള ഒരാൾ അവിടെ ഉണ്ടാവും. അയാള് എല്ലാ കാര്യത്തിലും ഈ കുട്ടിയുടെ കൂടെ ഉണ്ടാവുകയും ഇത് കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ കുട്ടികളെ ചാനലൈസ് ചെയ്യുകയും വേണ്ട രീതിയിൽ ഇടപെടുകയും ചെയ്തുകൊണ്ട് ആ ജൈവികത നടത്തി മുന്നോട്ട് പോകുന്നതാണ് എഡേസിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിത് സ്വാഭാവികമായിട്ടും സ്കൂൾസിലാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്നുള്ള സ്കൂൾസാണ്. കാരണം സ്കൂൾസ് ആണ് ഇത് കിട്ടേണ്ടത്. കാരണം ഇപ്പം ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിക്ക് ഇപ്പോൾ ഒരു 12th കഴിഞ്ഞ കുട്ടിക്ക് അല്ലെങ്കിൽ 10th കഴിഞ്ഞ കുട്ടിക്ക്
എൻട്രൻസ് കോച്ചിങ്ങിന് നീറ്റിനോ ജെയ്ക്കോ പോകണമെങ്കിൽ ഒന്നുകിൽ അവർക്ക് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളുണ്ട്, തൃശ്ശൂർ പോലെയുള്ള കേന്ദ്രങ്ങളുണ്ട്. അവിടെ പോയിട്ട് അവിടെ ഏതെങ്കിലും ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ചെന്ന് അവിടെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ചേർന്ന് അവിടെ പഠിക്കണം. ഹോസ്റ്റൽ, സ്കൂൾ ഫീസ്, കോച്ചിങ് ഫീസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വലിയൊരു കോസ്റ്റ് വരുന്നുണ്ട്. അത് പലപ്പോഴും ഒരു സാധാരണക്കാരായ കുട്ടികൾക്ക് പലപ്പോഴും സാധിക്കില്ല. മാത്രമല്ല പല കുട്ടികൾക്കും അവിടെ എത്തിപ്പെടാനും കഴിയില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഉള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന ഏറ്റവും മികവുറ്റ ക്ലാസ്സുകൾ സ്കൂൾസിൽ എങ്ങനെ, ഇപ്പോൾ വയനാട് പോലെയുള്ള, കാസർഗോഡ് പോലെയുള്ള അകലെയുള്ള അല്ലെങ്കിൽ താരതമ്യേന ഇത്തരം സാഹചര്യങ്ങളിൽ ആക്സസിബിലിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിലെ സ്കൂളുകൾ ഇത് അവൈലബിൾ ആക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ വയനാട്ടിൽ നിന്നാണ്. അപ്പോൾ വയനാട്ടിൽ എൻ്റെ സ്കൂൾ, ഞാൻ മാനേജ്മെന്റിലുള്ള ഒരു സ്കൂൾ, ആ സ്കൂളിലെ കുട്ടികൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ തൃശ്ശൂർ വന്നിട്ട് പഠിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും കഴിഞ്ഞുകൊള്ളുന്നില്ല. അപ്പോൾ സ്വാഭാവിക വയനാട്ടിലെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഇത്തരത്തിലൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് അവിടെ ഈ തൃശ്ശൂരിൽ നിന്നും മറ്റുള്ള അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്നുള്ള നല്ല വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ക്ലാസ്സുകൾ അവർക്ക് അവിടെ സ്കൂളിൽ അവിടെ പറ്റും. അപ്പോൾ ആ എക്സ്പീരിയൻസ് അത് ചെയ്യാൻ പറ്റുമ്പോൾ ആ സ്കൂളാണ് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും സ്കൂൾ മുഖാന്തരമാണ് ചെയ്യുകയും ചെയ്യുക. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ആ സ്കൂളാണ്, അവിടുത്തെ ആ ഇത്തരം സൗകര്യങ്ങൾ ഇല്ലാത്ത ആ നാടുകളിലെ കുട്ടികളാണ്. സ്വാഭാവികമായിട്ടും രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഫീസ് കൊടുത്ത് പഠിപ്പിക്കേണ്ട, അതല്ല അകലെ വിട്ട് പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഒഴിവായിട്ട് അവർക്ക് വീടിന്റെ മുറ്റത്ത് തന്നെ അവരുടെ കുട്ടികൾക്ക് സൗകര്യം കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ. ആ അർത്ഥത്തിൽ രക്ഷകർത്താക്കൾ ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 6th onwards കുട്ടികളാണ്. സ്വാഭാവികമായിട്ടും ഇത്ര ചെറുപ്പത്തിൽ തന്നെ അവർ ആ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഇത് സാമൂഹികമായിട്ട് വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാലോ ഇപ്പോഴ് ക്യാച്ച് ദം യങ് എന്ന് പറഞ്ഞ സംഭവം. ഇപ്പൊ നമ്മൾ പറയുന്നു, ഇപ്പം സാക്ഷരതയുടെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും കേരളമാണ് ഇന്ത്യയിൽ മുന്നിട്ട് നിൽക്കുന്നതെന്ന് പറയുമ്പോഴും ദേശീയ മത്സര പരീക്ഷകളിൽ കേരളം താരതമ്യേന പിന്നിലാണ്. അതേസമയം ബീമാരി സ്റ്റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്ന ബീഹാർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് സിവിൽ സർവീസിലും മറ്റുമൊക്കെ നമ്മുടെ കുട്ടികൾ വരുന്നത്. അതിന്റെ കാരണം അവര് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിനാവശ്യമായിട്ട് കുട്ടികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം നല്ലൊരു അസ്ഥിവാരം ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഏത് കെട്ടിടം പണിയാൻ എളുപ്പമാണ്. അപ്പം ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് ഇത്തരം കോമ്പറ്റീവ് എക്സാമിനേഷൻസിനോട് ഒരു ആഭിമുഖ്യം ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 6ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് വെച്ച് പിടിക്കുന്നത്. അപ്പം കോമ്പറ്റീവ് എക്സാമിനേഷൻസിനുള്ള പ്രിപ്പറേഷൻ അത് JEE നീറ്റ് എന്നുള്ളത് മാത്രമല്ല, കുട്ടികൾക്ക് മികവുണ്ടാവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പരിശീലനവും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സയൻസ് എഡ്യൂക്കേഷനാണ്. അത് മെല്ലെ എത്തിപ്പെടുക ഈ JEE നീറ്റ് പോലുള്ള മത്സര പരീക്ഷകളിലായിരിക്കും. അതേസമയം ഒരു കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഏത് തരത്തിലുള്ള അക്കാദമിക് എക്സലൻസിന് ആവശ്യമായിട്ടുള്ള ഇപ്പം ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ, ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുകയാണ്. അവരൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പാണ് അവിടുത്തെ ഭാഷ പഠിക്കാൻ കുറിച്ച് ആലോചിക്കുന്നത്. ഇതങ്ങനെ ആവണമെന്നില്ല. നമുക്ക് ചെറിയ ക്ലാസ് മുതൽ തന്നെ നമുക്ക് വിദേശ ഭാഷകളൊക്കെ കുട്ടികളെ ഇതുപോലെ പഠിപ്പിക്കാൻ പറ്റും. ആ അർത്ഥത്തിൽ ചെറിയ പ്രായം മുതൽ തന്നെ മികവിലേക്കുള്ള ഒരു വഴി തുറന്നു കൊടുക്കുന്ന അർത്ഥത്തിലാണ് നമ്മൾ ചെറിയ ക്ലാസ് തന്നെ തുടങ്ങുന്നത്. നമ്മുടെ എഡേസ് ലേണിംഗ് സ്റ്റേഷൻ അങ്ങനെയാണല്ലോ ഇത് പറയുന്നത് അല്ലേ? എഡേസ് ലേണിംഗ് സ്റ്റേഷൻ മുഖാന്തരം നമുക്ക് കുട്ടികൾക്ക് ഈ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇവർ വൈഡ് റേഞ്ചിലൊരു എക്സ്പീരിയൻസ് കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല മാസ്റ്റർ ടോക്സിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു വൈഡ് റേഞ്ച് എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളിൽ ഉണ്ടാവുന്ന ഈ മാറ്റം എന്ന് പറയുന്നത് വളരെ മികവുറ്റതായിരിക്കും. നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇത് പ്രധാനമായിട്ടും നമ്മൾ ഈ എഡേസ് ലേണിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നതിന് ഒരു പുതിയ കോൺസെപ്റ്റ് ആണ്. ലേണിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും റേഡിയോ സ്റ്റേഷനും കേട്ടു. ലേണിംഗ് സ്റ്റേഷൻ എന്നുള്ളത് ഒരു പുതിയ കോൺസെപ്റ്റ് ആണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഒരു സപ്പോസ് നമ്മൾ റേഡിയോ സ്റ്റേഷൻ എടുക്കാം. അപ്പോൾ റേഡിയോ സ്റ്റേഷൻ നമുക്ക് എന്തും ബ്രോഡ്കാസ്റ്റ് ചെയ്യാമല്ലോ. അതേപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഏതൊരു ഇൻപുട്ടും കൊടുക്കാൻ ഈ സ്റ്റേഷൻ ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഫിസിക്കൽ സ്വഭാവം എന്ന് പറയുന്നത് നല്ല നെറ്റ്വർക്ക് ഉണ്ടാവണം. അതുപോലെ വളരെ കൺഡ്യൂസീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ഇത് ഒരു സെൻട്രൽ നിന്നാണ് ഇത് ക്ലാസ്സിൽ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ യാതൊരു തരത്തിലുള്ള ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ ഈ സംപ്രേഷണം വരുന്ന രീതിയിലുള്ള അതിൻ്റെ ഗാഡ്ജറ്റ്സും നെറ്റ്വർക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. സ്വാഭാവികമായിട്ടും ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ മോഡലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന സ്റ്റേഷൻസ് ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ ഈ ഇപ്പം ഫിസിക്സിന്റെ ക്ലാസ് എടുക്കുകയാണ്, ഫിസിക്സിന്റെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ആ ക്ലാസ് കുട്ടികൾ വേണ്ടത് ശ്രദ്ധിക്കുന്നുണ്ടെന്നും കൊടുക്കുന്ന നോട്ട്സ് എഴുതുന്നു നോക്കാൻ വേണ്ടി ഒരു മെന്റർ, ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടുള്ള മെന്റർ ഇവരുടെ കൂട്ടത്തിലുണ്ടാവും. അതിനേക്കാൾ ഉപരിയായിട്ട് ഉണ്ടാവുന്നത് ഇവർക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ലോകത്തുണ്ടാകുന്ന ഏത് കാര്യങ്ങളെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്സ്പെർട്ട് ടോക്കുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. മാസ്റ്റർ ടോക്സ് എന്നത് അത് മാത്രമല്ല
ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന്റെ ജൈവികത നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ഈ ക്ലാസ് എടുക്കുന്ന ആളുകളൊക്കെ തന്നെ ഒരു നിശ്ചിത പിന്നെ ഇന്റർവെൽസിൽ ഫിസിക്കലായിട്ട് ഇവരുടെ ഈ ലേണിംഗ് സെഷൻ വന്നിട്ട് ഒരു ക്ലാസ് കൊടുക്കുകയും ഫിസിക്കൽ ക്യാമ്പുകൾ. പിന്നെ അതോടൊപ്പം തന്നെ 2 or 3 ലേണിംഗ് സെഷൻസിനെ ക്ലബ് ചെയ്തുകൊണ്ട് നമ്മൾ 3 ദിവസവും 4 ദിവസവും നിൽക്കുന്ന ഇത്തരത്തിലുള്ള ലേണിംഗ് ക്യാമ്പുകൾ നടത്തും. അപ്പൊ ആ അർത്ഥത്തിൽ ഓൺലൈനാണ്, അതേപോലെ തന്നെ നേരിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി ഇവർക്ക് കൊടുക്കുന്നുണ്ട് തന്നെ. അതുപോലെ തന്നെ റെക്കോർഡഡ് വീഡിയോസ് ഇവർക്ക് ആപ്പ് മുഖാന്തരവും അതുപോലെ തന്നെ സൈറ്റ് മുഖാന്തരവും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് വെച്ച് പറഞ്ഞാൽ ഒരു ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് നമുക്ക് പ്രിപ്പയർ ആയിട്ട് ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ, അപ്പം ഒരു പ്രീ റിക്വസിറ്റ് ലഭിച്ചിട്ടാണ് വരുന്നത്. അപ്പം ലേണിംഗ് ഗ്യാപ്പ് താരതമ്യേന കുറയും. മറ്റൊന്ന്, ഒരു ക്ലാസ് കഴിഞ്ഞാൽ തന്നെ ആ ക്ലാസ്സുകളൊക്കെ ഓട്ടോമാറ്റിക്കലി റെക്കോർഡഡ് ആവും. ആ കുട്ടികൾക്ക് എവിടെ നിന്ന് ആക്സസ് ചെയ്യാം. അപ്പൊ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇനി ഏതെങ്കിലും ഇപ്പൊ നമ്മളുടെ ഒരു പരീക്ഷാ സമ്പ്രദായത്തിന്റെ പ്രശ്നം തന്നെ പറയുന്നത്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടി പരീക്ഷയുടെ ദിവസം ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റാവുന്നതാണ്. അതേപോലെ ക്ലാസ്സുകൾ മിസ്സാവും. അവിടെയുള്ള ലേണിംഗ് ഗ്യാപ്പ് ഉണ്ടാവുന്നത്. ഒരു കുട്ടിക്ക് ഒരു ഏതെങ്കിലും രീതിയിൽ ഒരു ദിവസം ക്ലാസ്സിൽ വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ദിവസത്തെ ക്ലാസ് കുട്ടികൾക്ക് ഏത് സമയത്ത് എവിടെ നിന്ന് ആക്സസ് കേൾക്കാൻ പറ്റും. ലേണിംഗ് ഗ്യാപ്പ് തീരെ കുറച്ച്, അതേസമയം അതിന്റെ ഒരു ഓർഗാനിക് സ്വഭാവം പരമാവധി നിലനിർത്തി പരമാവധി വിദഗ്ധരായിട്ടുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ എന്നുള്ളതാണ് ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ആ രീതിയിലാണ് കുട്ടികൾ ബെനിഫിഷ്യൽ ആവുന്നത്. ഓക്കെ, എനിക്കപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വൈഡ് റേഞ്ച് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇത് സാമൂഹികമായിട്ട് വലിയൊരു മാറ്റം സൃഷ്ടിക്കാനും കൂടി സാഹചര്യം. തീർച്ചയായിട്ടും. കാരണം നമ്മളെ പോലുള്ള ഒരു ഇപ്പം നമ്മൾ കേരളം വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുന്നോട്ടാണെന്ന് പറയുമ്പോഴും ഈ പരിശീലന ക്ലാസ്സുകളിലും പരിശീലന പരിപാടികളും നമ്മളിപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡൽഹി അതുപോലുള്ള സ്റ്റേറ്റുകളെയാണ്. അപ്പൊ നമുക്ക് അവിടെയൊക്കെ ലഭിക്കുന്ന അത്തരത്തിലുള്ള ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സേവനം നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കും. ഇത് തന്നെയായിരിക്കും എഡൈസിന്റെ ഒരു മാതൃകയായിട്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ കാലത്തും പയനീറിംഗ് നടത്തിയ ആളുകളാണ്. എൻട്രൻസ് കോച്ചിങ് മേഖലയിലാണെങ്കിൽ പോലും ഇപ്പൊ IITians അക്കാഡമി എന്ന് പറഞ്ഞു, IITകളിൽ നിന്ന് മാത്രം ഗ്രാജുവേറ്റ് ചെയ്യപ്പെട്ട ആളുകളായിരുന്നു നമ്മുടെ ഫാക്കൽറ്റീസ്. അതുകൊണ്ട് നമ്മൾ IITian അക്കാഡമി, കാരണം ഒരു IITയിലെ ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ അയാൾ കടന്നു പോയ എല്ലാ വഴികളിലൂടെയാണ് നാളെ ഈ കുട്ടി കടന്നു പോകേണ്ടത്. അപ്പൊ അയാൾ അനുഭവിച്ചതും അയാൾ മനസ്സിലാക്കിയതുമായുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അയാൾ കുട്ടികളെ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ കൊച്ചിൻ്റെ IITians അക്കാഡമി ഒരു വലിയ സക്സസ് ആയിരുന്നു. അതേപോലെ തന്നെ എല്ലാത്തിലും പയനീറിംഗ് നടത്തിയ ആളുകളാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരു പയനീറിംഗ് ആണ് നമ്മൾ കേരളത്തിലെ ഈ കോമ്പിറ്റൻസി ബിൽഡിംഗ്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖല കോമ്പിറ്റൻസി ബിൽഡിംഗ് രംഗത്ത് നടത്താൻ പോകുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഏത് കാറ്റഗറി സെക്ഷൻ കുട്ടികളെയാണ്? CBSE ആണോ, സ്റ്റേറ്റ് ആണോ, എങ്ങനെയാണ് അത് വരുന്നത്? നമുക്ക് എല്ലാ കാറ്റഗറി കുട്ടികളും നമ്മൾ ഫോക്കസ്, നമുക്ക് അങ്ങനെ ആ തരത്തിൽ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് ഇല്ല. പക്ഷെ എല്ലാവർക്കും അതിന്റെ അപ്രോച്ച് വ്യത്യസ്തമായിരിക്കും. കാരണം CBSE സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികളുടെ പരീക്ഷ, അവരുടെ സിലബസ്, അവർ അഭിമുഖീകരിക്കുന്ന ഇഷ്യൂസ് ഒക്കെ വേറെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് CBSE കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള രീതികൾ അവർ ചെയ്യും. സ്റ്റേറ്റ് സിലബസിന്റെ പറഞ്ഞാൽ അതിന്റെ ഗ്രേഡിംഗിൽ വ്യത്യാസമുണ്ട്, അപ്രോച്ചിൽ വ്യത്യാസമുണ്ട്, കണ്ടന്റ് ഇവാലുവേഷനിൽ വ്യത്യാസമുണ്ട്. അപ്പൊ സ്റ്റേറ്റ് സിലബസിന് അവരുടെ ആ ഒരു അപ്രോച്ച് അനുസരിച്ചുള്ള ഇതാണ് ഉണ്ടാവുക. ഇനി ഇതൊന്നും പെടാത്ത ചില സിലബസ് പിന്നെ സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്കൊക്കെ അവരൊരു മൈനോറിറ്റി ആണെങ്കിൽ പോലും അവരെ പോലും കാറ്റർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഒരു ചാനൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ് സർ. നമുക്കപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടിയും ഫോക്കസ് ചെയ്യാനുള്ളത്, ഒരു ആപ്പിന്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഈ ആപ്പിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്താണ് ശരിക്കും പറയാം? ആപ്പിന്റെ ബെനിഫിറ്റ്സ് പ്രധാനമായിട്ടും 3 ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാ വീഡിയോസും റെക്കോർഡഡ് വീഡിയോസ് ഇതിനകത്തുണ്ടാവും. അവർക്ക് എവിടെ ഇരുന്നിട്ടും ഇത് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് നോട്ട് ബുക്സ് ദേ ആർ ബ്രിങ്ങിങ് എവരിവെയർ എന്ന് പറയുന്ന സാധനമുണ്ട്. എവിടെ അവർക്കുണ്ടോ, അതാണ് ആപ്പിന്റെ ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സാവുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അത് ഇവർക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നേരത്തെ പറഞ്ഞു. മറ്റൊന്ന് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ്, അതേപോലെ തന്നെ ഒരുപാട് പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക്. അതുപോലെ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഏതെല്ലാം രീതിയിലുള്ള എക്സ്പീരിയൻസുകളാണ് വേണ്ടത് അതൊക്കെ ലോഡഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് കൊടുക്കുന്നത്. മാത്രമല്ല ഫാക്കൽറ്റീസുമായിട്ട് ഇവർക്ക് ഏത് സമയം വേണമെങ്കിലും ഇന്ററാക്ട് ചെയ്യാം. ഇവർ ക്വസ്റ്റ്യൻസ് ഇവർക്ക് ഇതിലിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് മറുപടി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ മാത്രമല്ല ഒരു ഇതിൽ നമുക്ക് കുറേ ഗസ്റ്റ്, ഗാലറിയിൽ കുറേ ഗസ്റ്റ് ഉണ്ട്, അവരോടൊക്കെ അവർക്ക് ബന്ധപ്പെടാൻ പറ്റും. അതാണ് അതിന്റെ ഒരു ആപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു പാരന്റ്സിന് ഇതിനുകൊണ്ട് ഈസി ആയിട്ട് കുട്ടിയുടെ കറന്റ് സ്റ്റാറ്റസ് അറിയാൻ പറ്റും അല്ലേ? പാരന്റ്സിന് സ്റ്റാറ്റസ് നമുക്ക് എല്ലാവർക്കും ആക്സസ് അതിലുണ്ട്, ലിമിറ്റ് ഉണ്ട്. കാരണം ഒരു പാരന്റിന് മാനേജ്മെന്റ് ലെവലിൽ കാര്യങ്ങൾ അറിയേണ്ടതില്ല. അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള ഒരു 2-way കമ്മ്യൂണിക്കേഷൻ, അത് അവർക്ക് ആവശ്യമായ വിവരങ്ങൾ അങ്ങോട്ട് കിട്ടും, അവർക്ക് ഇങ്ങോട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ ചോദിക്കും. ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അതിൽ വളരെ ആക്റ്റീവ് ആയിരിക്കും.
പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ആപ്പ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടേക്ക് മുഴുവൻ ഗാഡ്ജറ്റ് ബേസ്ഡ് എഡ്യൂക്കേഷൻ ആവില്ല. സ്വാഭാവികമായിട്ടും മാത്രം ഈ ക്ലാസ് പോലും അവർക്കിപ്പം ഒരു ദിവസം എല്ലാ ലേണിംഗ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് എവിടെ ഇരുന്നിട്ട് ക്ലാസ്സും ലൈവ് ക്ലാസ്സും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാർത്ഥത്തിലൊക്കെ ഈ ആപ്പ് ബെനിഫിഷ്യൽ ആവും. നമ്മുടെ ഈ അക്കാഡമിക് തലത്തിൽ എങ്ങനെയാണ് ഇതൊരു ബെനിഫിറ്റ് ആയി വരുന്നത്? കാരണം കോമ്പറ്റേറ്റീവ് സ്കില്ലിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പോലും ആ കുട്ടികൾക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി ആണല്ലോ വരുന്നത്. സോ അത് എങ്ങനെയാണ് നമ്മുടെ അക്കാഡമിക്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാനുള്ള യോഗ്യതയായിട്ട് സർക്കാർ തീരുമാനിച്ചത് 50% മാർക്കാണ്. പക്ഷെ നമുക്കറിയാം 50% മാർക്ക് കിട്ടിയ കുട്ടിയല്ല അതിന് പോകുന്നത്. ഒരു ഫുൾ മാർക്കോ 90 എബോവ് മാർക്കോ കിട്ടിയ കുട്ടികളാണ് അതിലേക്ക് പോകുന്നത് ഭൂരിഭാഗം ആളുകൾ. അപ്പൊ അതെന്താ നമ്മൾ മനസ്സിലാക്കുന്നത്, 90 എബോവ് മാർക്ക്, ഇനി അതല്ലെങ്കിൽ നമുക്ക് മുഴുവൻ മാർക്ക് കിട്ടിയ കുട്ടിക്ക് നേരിട്ട് പോയിട്ട് എൻട്രൻസ് എഴുതുമ്പോൾ കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. അതിനർത്ഥം ഒരു ബോർഡ് എക്സാം ഐദർ CBSE ഓർ സ്റ്റേറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷ ബോർഡ് എക്സാമിനേഷന് വേണ്ടി തയ്യാറാവുന്ന രീതിയും കോമ്പറ്റീവ് എക്സാമിനേഷന് വേണ്ടി തയ്യാറാവുന്ന രീതിയും രണ്ടും വ്യത്യസ്തമാണ്. നമ്മൾ ഇത് സ്കൂൾ എഡ്യൂക്കേഷന്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. കുട്ടിക്ക് ബോർഡ് എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ ആവശ്യമായ രീതിയിലുള്ള കോച്ചിങ് കിട്ടുന്നു. ആ രീതിയിൽ കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നു. അതേസമയം ഒരു കുറച്ചുകൂടെ ഹയർ ലെവലിൽ എഴുതേണ്ട കോമ്പറ്റീവ് എക്സാമിനേഷൻസിന് ആവശ്യമായിട്ടുള്ള ഹയർ ലെവൽ കോച്ചിങ് കിട്ടുന്നു. അപ്പൊ കുട്ടിക്ക് ഒരു അഡീഷണൽ എഫേർട്ട് എടുക്കാതെ തന്നെ സ്കൂൾ എഡ്യൂക്കേഷന്റെ കൂടെ തന്നെ കോമ്പറ്റീവ് എഡ്യൂക്കേഷനും അല്ലെങ്കിൽ കോമ്പറ്റീവ് എക്സാമിനേഷനും തയ്യാറാകാവുന്ന രീതിയിലേക്ക് അവർ സ്കിൽഡായി മാറുന്നു. അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് കുട്ടികൾക്ക് കിട്ടുമെന്ന് പറയുന്നത്. അതായത് റിപ്പീറ്റ് ഇല്ലാണ്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് ഇല്ലാണ്ട് കുട്ടികൾക്ക് എക്സാം ട്രാക്ക് ചെയ്യാൻ സാധിക്കും. റിപ്പീറ്റും റീറിപ്പീറ്റ് ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് ഈ ഒരു സ്ട്രീമിലാണ്. പക്ഷെ അത് നേരത്തെ അവർ തുടങ്ങണം. ബട്ട് 12th ഒരു ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് റിപ്പീറ്റ് ഇല്ലാതെ കഴിയാൻ കാരണം ആ രീതിയിൽ വന്നില്ല. പക്ഷെ നമ്മുടെ ഈ ചാനലിലൂടെ ഒരു 6th സ്റ്റാൻഡേർഡ് മുതൽ തന്നെ പോവുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ കുട്ടിക്ക് 12th കഴിയുമ്പോൾ നേരെ പോയിട്ട് JEE നീറ്റ് എഴുതി കഴിഞ്ഞാൽ കുട്ടി സ്കോർ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് കുട്ടികൾ നമ്മൾ തയ്യാറാക്കി കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു വളരെ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മാറ്റമാണ് എഡേസ് മുന്നോട്ട് കാഴ്ചവെക്കുന്നത്. എന്തായാലും ഒരു ലോങ് ജേർണി മുന്നിലുണ്ടാവട്ടെ. വളരെ സന്തോഷം, അഭിമാനമൊക്കെ തോന്നുന്നു. കാരണം നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വരുന്നതോടുകൂടി വലിയൊരു രീതിയിലൊരു മാറ്റം ഉണ്ടാവും. ബീഹാറിലും അല്ലെങ്കിൽ സാർ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള സംസ്ഥാനങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ കേരളവും ഇതിന്റെ അഭിമാനമായി മാറുന്നു എന്നുള്ളൊരു സാഹചര്യം വരുത്തും. അപ്പോൾ എന്തായാലും വളരെ ഒരു സന്തോഷമുണ്ട്, അഭിമാനം തോന്നുന്നുണ്ട്. ഇത്ര നേരം നമ്മോടൊപ്പം ചേർന്നതിന് നന്ദി.